കേസ് ഒതുക്കാൻ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന് ആക്ഷേപം ഉന്നയിച്ച ബിഷപ്പ് ജെയിംസ് ജോർജ് ചോദിച്ചിരുന്നു. ശ്രീ ജെയിംസ് ജോർജ്, താങ്കളുടെ അനുഭവം എന്തായിരുന്നു? ഞാൻ മനസ്സിലാക്കുന്ന ഈ പറയുന്ന രീതിയിൽ ഇ ഡി എപ്പോഴും പറയുന്നത് പോലെ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമീപിക്കുന്നു, തുടർന്ന് താങ്കളോടും ഈ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നതായിരുന്നില്ലേ താങ്കളുടെ പരാതി, ശ്രീ ജെയിംസ് ജോർജ്? എന്നോട് കൈക്കൂലി ആവശ്യപ്പെട്ടു. ഞാനത് പല പ്രാവശ്യമായിട്ട് അത് തട്ടി മാറ്റിയിട്ട് അവരവരുടെ ഏജന്റുമാരെ വെച്ചു. ഈ ഏജന്റുമാരെന്ന് പറയുന്നത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരല്ല, ഇവരുടെ യഥാർത്ഥ ഏജന്റുമാർ തന്നെയാണ്. അത് സ്വന്തം നാട്ടിൽ നിന്ന് വരെ ആളിനെ കൊണ്ടുവരുന്നുണ്ട്. ഈ സത്യവീർ സിംഗ് എന്ന് പറയുന്ന ആള് അയാളുടെ നാട്ടിൽ നിന്ന് വരെ പൈസ പിരിക്കാനായിട്ട് ആളിനെ കൊണ്ടുവരുന്നുണ്ട് കേരളത്തിലേക്ക്. അല്ല ബിഷപ്പ്, ഈ സത്യവീർ സിംഗ് എന്ന് പറയുന്ന ആൾ ഇ ഡി ഉദ്യോഗസ്ഥനാണോ? ഇ ഡി ഉദ്യോഗസ്ഥനാണ്. താങ്കളോട് സിമി എന്ന് പറയുന്ന ഇ ഡി ഉദ്യോഗസ്ഥയാണ്. മോഹൻ എന്ന് പറയുന്ന കൊല്ലക്കാരനാണ്, ഇ ഡി ഉദ്യോഗസ്ഥനാണ്. ഇവര് മൂന്നുപേരുമായിരുന്നു എന്റെ കാര്യത്തിൽ പൈസയ്ക്ക് വേണ്ടി ബഹളം വെച്ചതും ആളിനെ അയച്ചതും ഒക്കെ. താങ്കളോട് ഈ പറഞ്ഞ 2 കോടി ആവശ്യപ്പെടുന്ന ആരാണ്? ഈ പറഞ്ഞ ഇടനിലക്കാർ, ഈ നമ്മൾ തമ്മനത്തെ ഈ വിൽസൺ എന്ന് പറയുന്നത് പോലെ ഇടനിലക്കാരാണോ താങ്കളോട് 2 കോടി ആവശ്യപ്പെടുന്നത്? ആ തമ്മനത്തെ വിൽസൺ എന്ന പോലെ ആദ്യം എന്നോട് ആവശ്യപ്പെടുന്ന മോഹൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് ഡയറക്റ്റ് ആയിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 1 കോടി എന്നോട് നേരത്തെ വിളിച്ച് ചോദിച്ചതാ, ഞാൻ കൊടുക്കാതെ മാറിയതാ, എനിക്ക് പൈസ കൊടുത്തൊന്ന് സെറ്റിൽ ചെയ്യേണ്ടത് പറഞ്ഞ് ഞാൻ മാറിയതാണ്. മാറിക്കഴിഞ്ഞപ്പോൾ അവരത് ഏജന്റുമാരെ വെച്ചു. ആ ഏജന്റുമാര് റെയിൽവേ ബോർഡിന്റെ വണ്ടിയിലായിരുന്നു വരുന്ന ഒരു രാഹുല്, ഒരു വിപിന്, ഇവർ 2 പേര് ഏജന്റുമാരായി വന്നു. മോഹനൻ ഇതിനിടയ്ക്ക് നിന്ന് ഇത് ഇണക്കി കൊടുക്കുന്ന പരിപാടി, ഫയലുകളെല്ലാം ഈ പാർട്ടികൾക്ക് കൈകാര്യം ചെയ്യുന്ന മോഹനാണ്. അല്ല ഫാദർ, ഇത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ചോദ്യം ചെയ്യൽ, ഓഫീസിൽ കയറുവൽ, ഫയൽ പരിശോധന തുടങ്ങിയ ഈ പറഞ്ഞ ക്ലാസിക് ഹറാസ്മെന്റ് താങ്കളുടെ കാര്യത്തിൽ ഉണ്ടായോ? ഇതെല്ലാം എന്റെ ഭാഗത്ത് ഉണ്ടായെന്ന് മാത്രമല്ല, ഈ പറയുന്ന ആളിനോട് അവസാനം 2 കോടി രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ അവർ ഏജന്റുമാരെ വിട്ടു. കൊടുക്കാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞ് പല പ്രാവശ്യം തള്ളിവിട്ടപ്പോൾ അത് ഭീഷണിയായി. പിന്നെ പറഞ്ഞു, ഈ 2 കോടി രൂപ 4 പ്രാവശ്യമായിട്ട് കൊടുത്താൽ മതി. അങ്ങനെ 50 ലക്ഷം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സഖി കെട്ടപ്പോ ഇവരെ ട്രാപ്പ് ചെയ്യാൻ തന്നെ ഞാൻ തീരുമാനിച്ചിട്ട് ഞാൻ പറഞ്ഞു പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഇ ഡി ഉദ്യോഗസ്ഥരെ തന്നെ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ആളുകൾ നിങ്ങളുടെ പേരും പറഞ്ഞ് പൈസ ചോദിക്കാനായിട്ട് എൻ്റെ അടുത്ത് വരുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? അതൊന്നും ഞങ്ങളുടെ കാര്യമല്ല, നിങ്ങളുടെ വഴി പോലെ ചോദിക്കണം പറഞ്ഞു ഈ ഇ ഡി ഉദ്യോഗസ്ഥര്. പക്ഷേ അതോടെ ഞാൻ കേസ് കൊടുത്ത് ഇവർ പണം വാങ്ങാൻ വന്നപ്പോൾ ഇവരെ കൊല്ലത്ത് വെച്ച് അറസ്റ്റ് ചെയ്തതോടുകൂടി ഈ പറയുന്ന ഇ ഡി ഉദ്യോഗസ്ഥയുടെ സ്വഭാവം അങ്ങ് മാറി. അതുവരെ തിരുമേനി ഞാൻ ആ മാല ഒന്ന് തൊട്ടോട്ടെ, ഇതിൽ പവർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു നിന്ന ഈ ഇ ഡി ഉദ്യോഗസ്ഥ പേര് മാറ്റി വിളി തുടങ്ങി, ജെയിംസ് ജോർജ്. എനിക്ക് സന്തോഷമാണ്. ജെയിംസ് എന്ന് പറയുന്നത് എന്റെ പേരാണ്, ജോർജ് എന്ന് പറയുന്നത് എന്റെ അപ്പന്റെ പേരാണ്. ഇത് രണ്ടിലും ഞാൻ അഭിമാനം കൊള്ളുന്നതാ. പക്ഷേ അവിടെ ചായ ഒഴിക്കാൻ നിൽക്കുന്ന ആളിനെ കൊണ്ടുവരെ ജെയിംസ് ജോർജ് താങ്കൾ ഇങ്ങോട്ട് വരൂ, ഇതായിരുന്നു ആദ്യത്തെ പരിപാടി. പിന്നെ പണം കിട്ടാതെ വന്നപ്പോൾ അവർക്കെതിരെയുള്ള അന്വേഷണം അവർ തന്നെ നടത്തുന്നത്. അവരോട് എന്തെങ്കിലും താങ്കൾ പരാതി കൊടുത്തത് എവിടെയാണ്? പരാതി എല്ലാവർക്കും കൊടുത്തു. CBI ഡയറക്ടർക്ക് വരെ കൊടുത്തു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടർക്ക് കൊടുത്തു. പക്ഷെ എൻഫോഴ്സ്മെന്റ് കൊടുത്ത പരാതി അന്വേഷിക്കാൻ കൊടുത്തത് ഇവരായി തന്നെയാണ്. അവർ തന്നെ. അത് ഞാൻ ചോദിച്ചു, സാർ നിങ്ങൾക്കെതിരെ ഞാൻ കൊടുത്തിരിക്കുന്ന പരാതിയിൽ നിങ്ങൾ തന്നെ എന്റെ മൊഴിയെടുക്കാനാണെങ്കിൽ എന്ത് കാര്യം, പിന്നെ എന്താ വിചാരിച്ച ഞങ്ങളെ കുറിച്ച് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതുവരെ തിരുമേനി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥർക്ക് ഈ കേസിന് ശേഷം അവർ കളർ മാറി, പിന്നെ പേരുവിളിയായി. അവര് കളർ മാറിയെന്ന് മാത്രമല്ല, അവര് പറഞ്ഞു വാദി പൈസ കൊടുക്കാമെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് പൈസ കൊടുക്കാതെ കേസ് കൊടുക്കുന്നതിനാണ് ചീറ്റിംഗ് എന്ന് പറയുന്നത്. ആ ചീറ്റിംഗ് പ്രകാരം നിങ്ങളുടെ പേര് കേസ് വരും. പിന്നെ ഇത്രയും നാള് ഇനി വാദി പ്രതിയാകാൻ പോവാണ്, മറ്റേത് മറിച്ച് എന്നൊക്കെ ആയിരുന്നു അവരുടെ രീതി. ഇപ്പൊ ഈ കേസ് ഇപ്പൊ എന്താ, ഇപ്പൊ നിലവിൽ ഉപദ്രവമുണ്ടോ? ഉപദ്രവിക്കാവുന്ന എല്ലാം ഉപദ്രവിച്ച് എന്റെ സ്വത്തുക്കള്, എന്റെ ഭാര്യയുടെ സ്വത്തുക്കള്, ഭാര്യ വീട്ടുകാരുടെ സ്വത്തുക്കള്, അവരുടെ അച്ഛനുള്ള പരമ്പരാഗത സ്വത്തുക്കള് എല്ലാം ഇവര് അറ്റാച്ച് ചെയ്ത് വെച്ചത് മാത്രമല്ല, എന്നെയും എന്റെ ഭാര്യയും 2 തവണകളിലായിട്ട് വിളിച്ചു വരുത്തി നൂല് ബന്ധമില്ലാതെ, ഇ ഡിയുടെ ഏത് അധികാരം ഉപയോഗിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നൂല് ബന്ധമില്ലാതാണ് ഞങ്ങളെ പരിശോധിച്ചത്. അതിനു മുമ്പ് 4ഓളം ഉദ്യോഗസ്ഥന്മാര് അവിടെ ഡയറക്ടർമാരുടെ മുമ്പിൽ ഞാൻ പോയിട്ടുണ്ട്. ഓരോ ഉദ്യോഗസ്ഥനും ഒന്നും ചോദിച്ചിട്ടില്ല, ഇമാരി ഹരാസ്മെന്റ് ഉണ്ടായിട്ടില്ല. പണം കിട്ടാതെ വന്നപ്പോഴാണ് സത്യവീർ സിംഗും സിമിയും ഈ മോഹൻ എന്ന് പറയുന്നവരും ഇവർ 3 പേരും കൂടെ ചേർന്ന് ഈ നാട് നടക്കുന്നത്. അവരുടെ വിചാരം ഇത് ഇ ഡി ഓഫീസ് എന്ന് പറയുന്ന മഹത്തായ ഒരു സംഭവമാണ്. ഈ രാജ്യത്തെ സാധാരണക്കാരന് നീതി കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു സംഭവമാണ് ഇ ഡി ഓഫീസ്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിനെ പോലും ഭരണാധികാരികളെ മുഴുവനും നശിപ്പിക്കത്തക്ക രീതിയിൽ, നാറ്റത്തക്ക രീതിയിലാണ് ഇവരുടെ പ്രവർത്തനം. അത് ഏറ്റവും കൂടുതൽ ആർത്തി എന്ന് പറയുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷേ ആ ആർത്തി അത് സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് മൊഴി കൊടുക്കാനായിട്ട്
ഈ മോഹൻ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെ കൊല്ലം ഈസ്റ്റ് പോലീസ് വിളിച്ചു വരുത്തി. ആ. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വന്ന ഉടനെ അയാൾ എന്നോട് പറയുന്നു, എനിക്ക് പേഴ്സണലായിട്ടും സംസാരിക്കണം. ഞാൻ പറയും, എനിക്ക് നിങ്ങളോട് പേഴ്സണലായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങൾക്ക് കിട്ടിയ കൊടുത്തേക്കുന്ന പരാതിയിൽ മൊഴി കൊടുക്കാനോ നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനോ ഞാൻ വന്നത്. ഉടനെ അദ്ദേഹം സെന്റിമെന്റ്സ് ഇറക്കാൻ തുടങ്ങി. എന്റെ ഭാര്യയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസറാണ്, എന്റെ അച്ഛൻ മരിച്ചുപോയി, സാമ്പത്തികമായി ഭയങ്കര പ്രശ്നത്തിലാണ്, നിങ്ങൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് ഞാൻ എഴുതി വെക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്റെ പേര് എഴുതി വെച്ചാൽ എനിക്ക് സന്തോഷമാണ്. ഇതുപോലെ സഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ഒരു പുണ്യകർമ്മം ഞാൻ ചെയ്തതായിട്ട് ലോകം എന്നെ കരുതിക്കൊള്ളും. അതുകൊണ്ട് നിങ്ങൾ എന്റെ പേര് എഴുതി വെച്ചിട്ട് തന്നെ ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ആ കേസിന്റെ സ്ഥിതി എന്തായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനപ്പോഴും അവർ പറയുന്നത്, അന്നത്തെ SI ഷബ്നി എന്ന് പറയുന്ന SI ഉണ്ട്, അവർ പറയുന്ന വാദി പ്രതിയാവും, ഞാനിങ്ങ് റെഫർ ചെയ്യും എന്ന് പറഞ്ഞ് ആ പ്രതിയുടെ ഫോൺ വാങ്ങിച്ചു നോക്കുന്നതിന് പകരം വാദിയുടെ ഫോൺ വാങ്ങിച്ച് ഇപ്പോഴും അവർ വെച്ചിരിക്കുക. എന്നിട്ട് താങ്കളുടെ സ്വത്ത് മൊത്തം അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുവാണ്. എന്റെ സ്വത്തുക്കളും മൊത്തം എന്റെ കിടപ്പാടം വരെ ടച്ച് ചെയ്ത് വെച്ചിരിക്കുക. എന്ത് ചെയ്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോ ഈ കേസൊക്കെ കഴിയണം. ഇപ്പൊ ഏതോ കാലം ഇപ്പൊ ഈ ഇഡിയുടെ സ്ഥിരം പരിപാടിയാണ് അറ്റാച്ച്മെന്റ് ചെയ്ത് വെക്കുക. അവരുടെ ലക്ഷ്യം അതേ ഉള്ളൂ, ഞാനും എന്റെ സന്തതിയും ഇത് അനുഭവിക്കരുത്. അങ്ങയോട് അവരുടെ ലക്ഷ്യം. അല്ല, അങ്ങയോട് എന്തിനാണ് ഈ പറയുന്ന ഈ അന്വേഷണ ഏജൻസിക്ക് ഇത്ര പക എന്തിനാണ് ശ്രീ കാശ് ജെയിംസ്? കൊടുക്കാത്തതുകൊണ്ട്, പണം കൊടുക്കാത്തതുകൊണ്ടല്ല. ഞാൻ ഇവരായിട്ട് എന്താ വിരോധം? എല്ലാം ഇതുവരെ ED സെറ്റിൽ ചെയ്തിട്ടുള്ള കേസുകൾ എന്നെടുത്ത് പരിശോധിച്ചാൽ മതി. പണം വാങ്ങിയിട്ടുള്ള എവിടെ നിന്നൊക്കെയാണെന്നറിയാം. ഇവർക്ക് തിരുവനന്തപുരത്ത് പ്രത്യേക സോണൽ ഓഫീസുണ്ട് കൈക്കൂലിക്ക് വേണ്ടി, ഒരു കൊച്ചു ആശ്രമം. അല്ല ശ്രീ വ്യക്തമായി അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടാൽ ഞാൻ അവരെ കൂടെ പോയി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം. അല്ല ശ്രീ ജെയിംസ് ജോർജ്, ഇവിടെ നിലവിൽ ആ കേസിന്റെ അവസ്ഥ എന്തുമായിക്കോട്ടെ, പക്ഷേ താങ്കളുടെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതുപോലെ സമാനമായ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടാവില്ലേ? അതിന് താങ്കൾക്കൊരു ഉത്തരവ് എന്താണ്? ഇത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടി എന്ന് പറയാൻ പറ്റുമോ ശ്രീ ജെയിംസ് ജോർജ്? പരിപാടി തന്നെ. ഏതെങ്കിലും കേസ് ഒത്തുറപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അത് കാശ് വാങ്ങിച്ചുകൊണ്ടാണ്. അതിനവർക്ക് ഏജന്റന്മാരുണ്ട്, സമാന്തര സംവിധാനങ്ങളുണ്ട്. അവരാദ്യമേ പറയും പാർട്ടിക്കാരറിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല, പാർട്ടിക്കാരറിയരുത്.